കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അവസാനവട്ട പാരിസ്ഥിതികാനുമതിക്ക് ശുപാർശ ചെയ്തു. വിദഗ്ധ സമിതി ആവശ്യപ്പെട്ട അധിക വിവരങ്ങൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് തീരുമാനം. വിശദമായ വിജ്ഞാപനം ഉടനിറങ്ങും. സംസ്ഥാന സർക്കാരിന് ടെൻഡർ നടപടിയുമായി മുന്നോട്ടു പോകാമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവ്. വയനാട്ടിലേക്കുള്ള ബദൽ പാതയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയാണ് അവസാനവട്ട പാരിസ്ഥിതികാനുമതിക്ക് ശുപാർശ ചെയ്തത്. മെയ് 14-15 തീയതികളിൽ ചേർന്ന യോഗമാണ് തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത്. 60 ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ധ സമിതി ശുപാർശ. EACയുടെ ശുപാർശയോടെ ഇനി എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ഫൈനൽ എൻവയോൺമെന്റ് ക്ലിയറൻസ് ലഭ്യമാവാത്തതായിരുന്നു നമുക്ക് LOI ഇഷ്യൂ ചെയ്യുന്നതിലും എഗ്രിമെന്റ് വെക്കുന്നതിലും ഉണ്ടായിരുന്ന കാലതാമസം. മറ്റ് നടപടിക്രമങ്ങൾ സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള SPV ആയിട്ടുള്ള കൊങ്ങട്ടൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം അതിവേഗതയിൽ പൂർത്തീകരിച്ചിരിക്കുന്ന നമുക്ക് ഈ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ കൂടി അനുകൂലമായ ഉത്തരവ് കൂടി വന്നതോടുകൂടി, മിനിറ്റ്സ് കൂടി പുറത്തു വന്നതോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും വളരെ വേഗതയിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന സന്തോഷ വാർത്ത നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. പ്രളയസാധ്യത, ഭൂമിശാസ്ത്രം എന്നിവ പരിഗണിച്ച് 4 ഗ്രൗണ്ട് വൈബ്രേറ്റിംഗ് മോണിറ്ററിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പാതയ്ക്ക് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചിരുന്നു. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17.263 ഹെക്ടർ ഭൂമിയിൽ വനം വെച്ചുപിടിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത്. പാരിസ്ഥിതിക അനുമതിക്ക് ശേഷം ടെൻഡർ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാനാകും. കൈരളി ന്യൂസ്, കോഴിക്കോട്.